+2 മാത്തമാറ്റിക്സിൻ്റെ എക്സാം സ്പെഷ്യൽ ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഡെഫിനിഷനും അതുപോലെ തന്നെ ഫോർമുലാസുകളും മാത്രമേ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. അതിലെ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 1 1 on 2 many 1 1 1 and on 2 ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെഫിനിഷനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1 1 ഫംഗ്ഷൻ, 1 1 എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. മെനി 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് എന്ന് പറയുന്നത്. 1 1 and on 2 ഫംഗ്ഷനാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് പേരുകൾ കൂടി നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് വെക്കണം. ഏത് രീതിയിലാണ് ചോദ്യം വരിക എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ വേണ്ടി പറ്റുകയില്ല. കാര്യം എത്രയും മനസ്സിലാക്കാനുള്ളൂ. 1 1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ 2 മാത്രമാണ് വരുന്നതെങ്കിൽ അത് സർജക്റ്റീവ് ഫംഗ്ഷനാണ്. 1 1 മാത്രമാണ് വരുന്നതെങ്കിൽ അത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. 1 1 അല്ലാത്ത എല്ലാ ഫംഗ്ഷനെയാണ് നമ്മൾ മിനി 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരും പറയുക. ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളിലേക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ആരോ ഡയഗ്രാംസുകൾ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഏതൊക്കെയാണ് 1 1 വരിക, ഏതൊക്കെയാണ് മിനി 1 വരിക, ഏതൊക്കെയാണ് ഓൺ 2 വരിക, ഏതൊക്കെയാണ് ബൈജക്റ്റീവ് വരിക, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെഫിനിഷൻ കൂടി നിങ്ങൾ എത്തിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഒരു ഫംഗ്ഷൻ 1 1 ആവണം എന്നുണ്ടെങ്കിൽ ഡൊമൈനിലെ വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് ഇമേജുകൾ വ്യത്യസ്തമായിരിക്കണം. ഒന്നാമത്തെ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ. ABCD എന്ന് പറഞ്ഞ 4 വ്യത്യസ്ത എലമെൻറ്റുകളുണ്ട്. പക്ഷേ ഇതിൽ C എന്ന് പറയുന്നതിൻ്റെയും D എന്ന് പറയുന്നതിൻ്റെയും ഇമേജ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, 1 1 എന്ന് പറഞ്ഞ കാര്യമല്ല. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോഴോ Aൻ്റെ ഇമേജ് 1 ആണ്, Bൻ്റെ ഇമേജ് 3 ആണ്, Cൻ്റെ ഇമേജ് 2 ആണ്, Dൻ്റെ ഇമേജ് 4 ആണ്. വ്യത്യസ്തമായ ഇമേജസുകളാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 എന്ന് പറഞ്ഞ കാര്യമാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ Cക്കും Dക്കും വീണ്ടും 3ലേക്ക് തന്നെയാണ് ഇമേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല, 1 1 അല്ല. ലാസ്റ്റ് ഫിഗറിലേക്ക് പോകുന്ന സമയത്ത് A എന്ന് പറയുന്നതിൻ്റെ ഇമേജ് 2, B എന്ന് പറയുന്നതിൻ്റെ ഇമേജ് 1, C എന്ന് പറഞ്ഞ ഇമേജ് 3, D എന്ന് പറഞ്ഞ ഇമേജ് 4. അപ്പോൾ എല്ലാ വ്യത്യസ്ത എലമെൻറ്റുകൾക്കും ഇമേജുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? 1 1 ആണ്. അപ്പോൾ ഈ 4 ഫിഗറിൽ നമ്മൾക്ക് 1 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് F2 എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ F4 എന്ന് പറഞ്ഞ ഫംഗ്ഷനുമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാ നമ്മൾ പറയുക? F2ഉം F4ഉം ആണ്. അടുത്തത് മെനി 1 എന്ന് പറയുന്നത് 1 1 അല്ലാത്ത ഫംഗ്ഷൻസുകളെയാണ് മെനി 1 എന്ന് പറയുക. അപ്പോൾ ബാക്കി നിൽക്കുന്ന 2 ഫംഗ്ഷൻസുകൾ ഏതൊക്കെയാണ് വരിക? F1 എന്ന് പറയുന്നതും F3 എന്ന് പറയുന്നതാണ് മെനി 1 ഫംഗ്ഷൻ വരിക. ഇനി ഓൺ 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ 2 ഫംഗ്ഷൻ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഡൊമൈൻ എന്ന് പറയുന്നതിലെ എല്ലാ നമ്പറുകളിലേക്കും മിനിമം ഒരു ആരോ മാർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 4ലേക്ക് ആരോ മാർക്കുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് ഓൺ 2 അല്ല. ഇവിടെ ആണെങ്കിൽ 5ലേക്ക് ആരോ മാർക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഓൺ 2 അല്ല. ഇവിടെ ആണെങ്കിൽ 1 2 3 ഉള്ളത് എല്ലാത്തിലേക്കും ആരോ മാർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഓൺ 2 ആണ്. ലാസ്റ്റ് ഫിഗറിലേക്ക് പോകുമ്പോൾ 1 2 3 4 ആണ്, എല്ലാത്തിലേക്കും ആരോ മാർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഓൺ 2 എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഓൺ 2 ഫംഗ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? F3 എന്ന് പറയുന്നതും F4 എന്ന് പറയുന്നതും ഓൺ 2 ഫംഗ്ഷൻസുകളാണ്. ഇനി 1 1 ഓൺ 2 ഒരുമിച്ച് സംഭവിക്കുന്ന ഫംഗ്ഷൻ അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെച്ചതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. F1 എന്ന് പറയുന്നത് മിനി 1 ആണ്. അപ്പോൾ അതിൽ 1 1 അല്ല എന്നർത്ഥം. അപ്പോൾ F1 ഒരിക്കലും എന്ത് വരില്ല? 1 1 and on 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയം വരില്ല. F2 എന്ന് പറയുന്നത് 1 1 ആണ്, പക്ഷേ ആ കാര്യം എന്തല്ല, ഓൺ 2 അല്ല. അതുകൊണ്ട് തന്നെ F2 എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല? 1 1 and on 2 ഫംഗ്ഷൻ വരില്ല. F3 എന്ന് പറയുന്ന കാര്യം മിനി 1 ആണ് എന്ന് പറഞ്ഞാൽ 1 1 അല്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും എവിടെ വരില്ല? 1 1 and on 2 എന്ന് പറഞ്ഞ കാര്യത്തിൽ വരില്ല. എന്നാൽ F4 എന്ന് പറയുന്നത് നോക്കൂ, 1 1 ആണ്, അതുപോലെ തന്നെ ഓൺ 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ഫിഗറിൽ കിടക്കുന്ന F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ അതെന്താണ്? 1 1 ഫംഗ്ഷനുമാണ്, ഓൺ 2 ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ മറ്റു രീതിയിൽ നമുക്ക് പറയാം, അതെന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് എന്നുള്ള കാര്യം കൂടി നമുക്കവിടെ പറയാം. 1 1 and on 2 എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നതെല്ലാം ആരോ ഡയഗ്രാം എന്ന് പറയുന്ന ആശയത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ചോദ്യങ്ങൾ വരുമ്പോൾ കണക്ട് ചെയ്യാനുള്ള കാര്യമാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അവിടെ 1 1ൻ്റെ കാര്യം പറയും, ഓൺ 2ൻ്റെ കാര്യം പറയും. അതാണ് നമ്മൾ പ്രോബ്ലത്തിൽ
ഫിഗറിലൂടെ അല്ലാതെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ജിയോമെട്രിക്കൽ അല്ലാതെ ക്വസ്റ്റ്യൻസുകൾ തന്നിട്ട് ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ബോർഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കാണെന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നതിൽ റൈറ്റ് സൈഡിൽ എക്സിന് പകരം x1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1 കിട്ടും. എക്സിന് പകരം x2 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞ കാര്യം കിട്ടും. അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞെടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് x1ഉം x2ഉം ഈക്വൽ ആണെന്ന് കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. ഒന്നുകൂടി വിശദമായി നമുക്കത് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടീഷൻ മാത്രം ഓർമ്മയിൽ വെക്കുക. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 കിട്ടിയാൽ ഫംഗ്ഷൻ എന്താണ് 1 1 ആണ്. ഓൺ ടു എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈക്ക് തുല്യമാണ് എന്ന് പറഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇൻ ദിസ് വി കാൽക്കുലേറ്റ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും വൈൻ്റെ ടൈമിലാണ് ആൻസർ കിട്ടുക. y എന്ന് പറയുന്നതിന് ഏത് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോഴും എക്സ് എന്ന് പറയുന്ന ആശയം നമുക്ക് കിട്ടും. ആ എക്സ് എന്ന് പറയുന്നത് ഡൊമൈനിനകത്ത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വൈൻ്റെ എല്ലാ വാല്യൂസിനും എക്സ് എന്ന് പറയുന്നത് ഡൊമൈനകത്ത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ആയിരിക്കും. അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഓൺ ടു എന്ന് പറയുന്ന കാര്യം ആയിരിക്കുകയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. ഒറിജിനൽ ഡെഫിനിഷൻ അല്ല ഇപ്പം നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സെറ്റ് 1 2 3 4ൽ നിന്ന് സെറ്റ് 5ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ആ ഡിഫൈൻ ചെയ്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. അതായത് ഓർഡേർഡ് പെയറുകൾ ലിസ്റ്റ് ചെയ്ത രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അത് ഫംഗ്ഷൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്ന ആശയമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ള കാര്യം നോക്കണം. ഈ 1 1ഉം ഓൺ ടു ആണോ എന്നുള്ള കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരുന്ന ഫംഗ്ഷൻസുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആരോ ഡയഗ്രത്തിലൂടെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കുക. ആരോ ഡയഗ്രത്തിലൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നതിൽ 1 2 3 4 വരിക. അപ്പോൾ ജസ്റ്റ് ഒരു ആരോ ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് എന്തെടുക്കുക, 1 2 3 4 എന്ന് പറഞ്ഞെടുക്കുക. രണ്ടാമത്തെ സെറ്റിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, 5 എന്ന് പറഞ്ഞ എലമെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എ എന്ന് പറഞ്ഞ സെറ്റായിട്ടും ഇതിനെ ബി എന്ന് പറഞ്ഞ സെറ്റായിട്ടും നെയിം ചെയ്യാം. ഇനി 1ൽ നിന്ന് 5ലേക്കാണ് ആരോ മാർക്ക് കൊടുക്കേണ്ടത്. അത് ഓർഡേർഡ് പെയർ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 2ൽ നിന്നും 5ലേക്കാണ്, 3ൽ നിന്നും 5ലേക്കാണ്, 4ൽ നിന്നും 5ലേക്കാണ്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ, 1 2 എന്ന് പറഞ്ഞ വ്യത്യസ്ത എലമെൻറ്റുകൾ ഞാൻ ചൂസ് ചെയ്താൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം എന്താണ്, 5ലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, 1 1 എന്ന് പറഞ്ഞ കാര്യമല്ല. ഇനി ഓൺ ടു ആണോ എന്നുള്ള കാര്യം പറയണമെങ്കിലോ ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റിലേക്കും ഒരു ആരോ മാർക്കെങ്കിലും വരണം. ഇവിടെ ആകെ 5 മാത്രമേ ഉള്ളൂ. ആ 5ലേക്ക് ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ട്. എന്തായാലും ആരോ മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ജിയോമെട്രിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. ഇനി ഇത് എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ നമുക്ക് പറയാനുള്ളൂ, എഫ് ഈസ് നോട്ട് 1 1. എഫ് എന്ന് പറയുന്നത് 1 1 അല്ല. കാരണം സിൻസ് എഫ് ഓഫ് 1 ഈക്വൽ ടു 5 ആൻഡ് എഫ് ഓഫ് 2 ഈക്വൽ ടു 5. ഇത് എഴുതിയിരിക്കുന്നത് 1ൻ്റെ ഇമേജ് 5 ആണ്, 2ൻ്റെ ഇമേജ് എന്ത് തന്നെയാണ്, 5 തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, എഫ് 1 1 അല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഈസ് ഓൺ ടു സിൻസ് every element of B has an image of element of capital A. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 1 2 3 4 5 എന്ന് പറഞ്ഞ എലമെൻറ്റുകളാണ് ഉള്ളത്. ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളത് 1 4 9 16 25 എന്നീ എലമെൻറ്റുകളാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 9 ആണ്, എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 16 ആണ്, എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 25 ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് തെളിയിക്കണം, ഓൺ ടു ആണെന്ന് തെളിയിക്കണം, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം.
ഈ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്താണ് വരേണ്ടത്. അത് അടുത്ത ക്ലാസ്സിലാണ് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എഫ് ഇൻവേഴ്സിൻ്റെ ചെറിയൊരു ആശയം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ആദ്യത്തെ 1 1ൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴും ഓൺ 2ൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തരുന്ന ചോദ്യങ്ങളെല്ലാം നേരെ ആരോ ഡയഗ്രത്തിലൂടെ ഒന്ന് ചിത്രീകരിക്കുക. ആരോ ഡയഗ്രത്തിലൂടെ ചിത്രീകരിക്കുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ്, ആ സെറ്റിനകത്ത് 1 2 3 4 5. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 4 9 16 25. ഇനി ആരോ മാർക്ക് കൊടുക്കേണ്ടത് എഫ് ഓഫ് 1 1 ആയതുകൊണ്ട് 1ൽ നിന്ന് 1ലേക്ക് ആരോ മാർക്ക് കൊടുക്കുക. എഫ് ഓഫ് 2 4 ആയതുകൊണ്ട് 2ൽ നിന്ന് 4ലേക്ക് കൊടുക്കുക. എഫ് ഓഫ് 3 9 ആയതുകൊണ്ട് 3ൽ നിന്ന് 9ലേക്ക് കൊടുക്കുക. എഫ് ഓഫ് 4 16 ആയതുകൊണ്ട് 4ൽ നിന്ന് 16ലേക്ക് കൊടുക്കുക. എഫ് ഓഫ് 5 25 ആയതുകൊണ്ട് 5ൽ നിന്ന് 25ലേക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ വ്യത്യസ്തമായ ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും ഇമേജുകൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഓൺ 2ൻ്റെ കാര്യം നോക്കുമ്പോഴോ കോഡൊമൈൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റാണ് വരിക. ആ സെറ്റിലെ എല്ലാ എലമെൻറ്റുകളിലേക്കും ഓരോ ആരോ മാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി എഫ് ഈസ് ഓൺ 2 എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. അപ്പോൾ ഈ ഒരു ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർലി എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പ്രത്യേക കാരണം അവിടെ ബോധിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർലി എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. 1 1 ആണ്, ഓൺ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ വരച്ചു വെച്ച കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓർഡേർഡ് പെയറായിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് എഫ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 4ലേക്ക്, 3ൽ നിന്ന് 9ലേക്ക്, 4ൽ നിന്ന് 16ലേക്ക്, 5ൽ നിന്ന് 25ലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക അല്ലെങ്കിൽ ഓർഡേർഡ് പെയറിലോട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇൻവേഴ്സിനെ പറ്റി നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഫംഗ്ഷൻ 1 1 ഓൺ 2 ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് എഫിൻ്റെ ഇൻവേഴ്സ് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡേർഡ് പെയറുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് എഴുതാം. ഇൻവേഴ്സ് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് ആക്കുക, ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എന്തെന്നെ വരിക? 1 1 വരും. അടുത്തത് എന്ത് വരും? 4 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ വരും. അടുത്തത് 9 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ വരും. അടുത്തത് 16 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ വരും. അടുത്തത് 25 5 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ വരും. അപ്പോൾ എഫ് തന്നിട്ട് അതിന് ഇൻവേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബന്ധം ആലോചിച്ചാൽ മതി. 1ൽ നിന്ന് 1ലേക്ക്, 4ൽ നിന്ന് 2ലേക്ക്, 9ൽ നിന്ന് 3ലേക്ക്, 16ൽ നിന്ന് 4ലേക്ക്, 25ൽ നിന്ന് 5ലേക്ക്. ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 3 4 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 1 2 5 എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തതാണ്. ജി എന്ന് പറയുന്നത് 1 2 5ൽ നിന്ന് സെറ്റ് 1 3 എന്ന് പറയുന്നതിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 1 2 3 5 4 1. ജി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 2 3, ഓർഡേർഡ് പെയർ 5 1. ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? ഇതിനെ ആരോ ഡയഗ്രത്തിലൂടെ നമ്മളൊന്ന് ചിത്രീകരിക്കുകയാണ്. ആരോ ഡയഗ്രത്തിലൂടെ ചിത്രീകരിക്കുമ്പോൾ ആദ്യത്തെ സെറ്റിൽ വരുന്നത് 1 3 4, രണ്ടാമത്തെ സെറ്റിൽ വരുന്നത് 1 2 5. ഇതിനെ ഡിഫൈൻ ചെയ്ത ആശയം നോക്കുക. അതിനനുസരിച്ച് ആരോ മാർക്ക് കൊടുക്കുക. 1ൽ നിന്ന് 2ലേക്ക്, അതുപോലെ 3ൽ നിന്ന് 5ലേക്ക്, 4ൽ നിന്ന് 1ലേക്ക്. ഇവിടെ നോക്കേണ്ട കാര്യം ഇവിടെ വ്യത്യസ്തമായ ഏത് എലമെന്റ് എടുക്കുകയാണെങ്കിലും എന്താണ്? ഇമേജുകൾ വ്യത്യസ്തമാണ്. ഇതിലെ എല്ലാ എലമെന്റുകളിലേക്കും ആരോ മാർക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിയർലി എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 2 5 1 2 5. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 3 1 3. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1ൽ നിന്ന് 3ലേക്ക്, അതുപോലെ 2ൽ നിന്ന് 3ലേക്ക്, അതുപോലെ 5ൽ നിന്ന് 1ലേക്ക്. ഇവിടെ നിങ്ങൾ നോക്കൂ, 1 എന്ന് പറയുന്നതിൻ്റെ ഇമേജ് 3 ആണ്, 2 എന്ന് പറയുന്നതിൻ്റെ ഇമേജ് 3 ആണ്. അതുകൊണ്ട് തന്നെ
ഈ ഫംഗ്ഷൻ ഒരിക്കലും എന്തല്ല 1 എന്ന് പറഞ്ഞ കാര്യമല്ല. പക്ഷേ 1ലേക്കും 3ലേക്കും എന്ത് വന്നിട്ടുണ്ട്, ആരോ മാർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകളിലേക്കും ആരോ മാർക്ക് വന്നതുകൊണ്ട് എന്താണ്, ഓൺ ടു ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, ക്ലിയർലി ജി ഈസ് ഓൺ ടു. ജി എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് പറയാം. പിന്നെ അടുത്ത കാര്യം എന്താണ്, ജി ഈസ് നോട്ട് 1 സിൻസ് g of 1 equal to 3 and g of 2 equal to 3. 1ന്റെ ഇമേജും 3 ആണ്, 2ന്റെ ഇമേജും 3. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ f from n to n given by f of x equal to x cube. ഒരു ഫംഗ്ഷൻ എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പർ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. f of x equal to x cube എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ് എന്ന് തെളിയിക്കണം, എന്നാൽ സർജക്റ്റീവ് അല്ല എന്ന് നമുക്ക് തെളിയിക്കണം. ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന കാര്യമാണ് നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പർ സെറ്റിലേക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യത്തിലാണ്. 1 ആവാതിരിക്കണമെങ്കിൽ ഏത് നാച്ചുറൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്യൂബുകളാണ് എന്തായിട്ട് വരിക, ഇമേജസുകളായിട്ട് കയറി വരുന്നത്. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്യൂബുകൾ എന്താ വരുന്നത്, മറ്റൊരു നാച്ചുറൽ നമ്പറാണ് വരിക. ആ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഒരു തവണ എക്സിസ്റ്റ് ചെയ്തത് വീണ്ടും എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2-3 എക്സാമ്പിൾസുകൾ കൊടുക്കാം. അതായത് എന്നിന് 1 അപ്ലൈ ചെയ്യാം, 2 അപ്ലൈ ചെയ്യാം, 3 അപ്ലൈ ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാണ്. എന്താ വരിക, 1 ക്യൂബ് പറഞ്ഞാൽ 1 ആണ് വരിക. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ക്യൂബാണ് വരിക, അത് 8 ആണ് വരിക. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്യൂബാണ് വരിക, അത് 27 ആണ് വരിക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, 1ൽ നിന്ന് 1ലേക്ക്, അതുപോലെ തന്നെ 2ൽ നിന്ന് 8ലേക്ക്, 3ൽ നിന്ന് 27ലേക്ക്. അങ്ങനെ നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്യൂബിലേക്കാണ് അതിൻ്റെ കണക്ഷൻ വരിക. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്ലിയർലി 1 ആണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസുകളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര വലിയ നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്യൂബിലേക്കാണ് കണക്ഷൻ പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, therefore f is 1. ഇനി ഡെഫിനിഷനിലൂടെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. f is 1 എന്ന് കൊടുക്കുക. സിൻസ് every distinct natural numbers has an distinct image. ഇനി ഓൺ ടു എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് കോഡൊമൈനിൽ ഉള്ളത്. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 എക്സെട്ര എന്ന് പറയുന്ന ഒരു കളക്ഷനാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ 1ന്റെ കാര്യത്തിൽ എഴുതിയപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, 1ൽ നിന്ന് 1ലേക്കാണ്, പിന്നെ 2ൽ നിന്ന് പോകുന്നത് 8ലേക്കാണ്. ഈ 1ന്റെയും 8ന്റെയും ഇടയിൽ എന്തുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ആ നമ്പറുകളിലേക്ക് ഒന്നും കണക്ഷൻ ഇല്ല. 8 കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണക്ഷൻ എവിടേക്കാണ് പോകുന്നത്, 27ലേക്കാണ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, n എന്ന് പറയുന്ന കോഡൊമൈനിലെ എല്ലാ എലമെന്റുകളിലേക്കും ഒരിക്കലും ആരോ മാർക്കുകൾ വരുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു എന്ന് പറഞ്ഞ കാര്യമല്ല. എഫ് ഈസ് നോട്ട് ഓൺ ടു സിൻസ് every element of capital N എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോഡൊമൈൻ ആണ്, ഹാസ് നോ പ്രീ ഇമേജ്. പ്രീ ഇമേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ബന്ധങ്ങൾ വരാത്ത അവസ്ഥ വരുമ്പോഴാണ് നോ പ്രീ ഇമേജ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നോക്കുന്ന ആൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ക്ലോസ്ഡ് ഇന്റർവൽ -1 1ൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 1 ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇത് 1 ആണെന്നുള്ള ആവശ്യം പറയണമെങ്കിൽ ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ആശയം നമുക്ക് കാണാം. ഇങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം തന്നിട്ട് നമ്മൾ 1 എന്ന് പറയുന്ന ആശയം കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത് ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. എന്താ ഡെഫിനിഷൻ പറയുന്നത്, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് x1 ഈക്വൽ ടു x2 കിട്ടിയാൽ 1 ആണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 1 എഴുതണമെങ്കിൽ വലതുവശത്തെ എക്സിന് പകരം x1 എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം, x1 ബൈ x1 പ്ലസ് 2 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എഴുതണമെങ്കിൽ വലതുവശത്തെ എക്സിന് പകരം എന്ത് കൊടുക്കുക, x2 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. x2 ബൈ
x2 പ്ലസ് 2. ഡിവിഷൻ വരുന്ന ഏത് ഫംഗ്ഷൻ തന്നാലും അടുത്ത സ്റ്റെപ്പ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 ഇൻറ്റു x2 പ്ലസ് 2 ഈക്വൽ ടു x2 ഇൻറ്റു x1 പ്ലസ് 2. x1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 x2 പ്ലസ് 2x1 ഈക്വൽ ടു x2 x1 പ്ലസ് 2x2. രണ്ട് വശത്തും x1 x2 ആണ്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് എന്താണ്? 2x1 ഈക്വൽ ടു 2x2. രണ്ട് വശത്തും 2 കാണാം, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് x1 ഈക്വൽ ടു x2. അപ്പോൾ നോക്കൂ, f(x1) ഈക്വൽ ടു f(x2) സ്റ്റാർട്ട് ചെയ്തു, x1 ഈക്വൽ ടു x2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore f is 1 1. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. f from R to R given by f(x) ഈക്വൽ ടു 5x പ്ലസ് 2. റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് 5x പ്ലസ് 2 എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് ഷോ ചെയ്യണം. ഇത് ഇൻവേർട്ടിബിൾ ആണോ, അതായത് ഓൺ ടു എന്ന് പറഞ്ഞ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൺ ടു ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് പിന്നെ അവിടെ നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോകാം. f(x) എന്ന് പറയുന്നത് 5x പ്ലസ് 2 എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. 1 1 തെളിയിക്കാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? f(x1) ഈക്വൽ ടു f(x2) ഇംപ്ലൈസ് f(x1) എഴുതണമെങ്കിൽ റൈറ്റ് സൈഡിലെ എക്സിന് പകരം x1 കൊടുക്കുക. 5x1 പ്ലസ് 2 ഈക്വൽ ടു f(x2) എഴുതണമെങ്കിൽ എക്സിന് പകരം x2 അപ്ലൈ ചെയ്യാം. 5x2 പ്ലസ് 2. രണ്ട് വശത്തും പ്ലസ് 2 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് 5x1 ഈക്വൽ ടു 5x2. 5 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x1 ഈക്വൽ ടു x2 കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore f is 1 1. f 1 1 ആണ്. ഇനി ഓൺ ടു എന്ന് പറഞ്ഞ കാര്യം നോക്കണമെങ്കിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെറ്റ് y ഈക്വൽ ടു f(x) എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്ന കാര്യം ശരിക്കും എന്താണ്? ഇത് സൂചിപ്പിക്കുന്നത് y ഈക്വൽ ടു f(x) എന്ന് പറയുന്നത് 5x പ്ലസ് 2. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? x കണ്ടുപിടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റെപ്പുകൾ. അതായത് y മൈനസ് 2 എന്ന് പറഞ്ഞാൽ 5x ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് y മൈനസ് 2/5 ആയിരിക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റിയൽ നമ്പർ സെറ്റിലാണ് y എന്ന് പറഞ്ഞ എലമെന്റ് കിടക്കുക. x എന്ന് പറയുന്നത് ഈ റിയൽ നമ്പർ സെറ്റിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? y എന്ന് പറയുന്നത് f(x) തുല്യമാണെന്ന് പറഞ്ഞു എഴുതി x എന്ന് പറഞ്ഞ ആശയം കിട്ടി. ഈ y-ന്റെ പൊസിഷനിൽ നിങ്ങൾക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. കാരണം നമ്മൾ y എടുക്കുന്നത് കോഡൊമൈനാണ്. അപ്പോൾ അങ്ങനെ ഒരു y എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് y കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? x കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ബിലോങ്സ് ടു R എന്ന് പറയാം. ഇങ്ങനെ ബിലോങ്സ് ടു R എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഡൊമൈനിൽ തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? f എന്ന് പറയുന്ന കാര്യം ഓൺ ടു ആണെന്ന് പറയാം. തൊട്ട് മുകളിൽ നമുക്ക് 1 1 ആണെന്ന് കിട്ടി, താഴെ ഓൺ ടു ആണെന്നും കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ടിബിൾ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ കൊടുക്കാം. therefore f is invertible. കാരണം എഴുതണമെങ്കിൽ എഴുതാം സിൻസ് f is bijective. f ബൈജക്റ്റീവ് ആയതുകൊണ്ടാണ് ഇൻവെർട്ടിബിൾ ആണ് എന്നുള്ള കാര്യം പറയുന്നത്. ഇനി ഇവിടെ നിന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എക്സിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു കാര്യമാണ് എഫിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഇവിടെ വൈയിലാണ് കിടക്കുന്നത് കൊണ്ട് എന്ത് കൊടുക്കുക? എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു y മൈനസ് 2/5 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇവിടെ നമുക്കത് ചോദിച്ചിട്ടില്ല, ചോദിച്ചിരുന്നെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ആശയമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. നമുക്കൊരു എക്സാമിനേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദ ഫംഗ്ഷൻ പി ഈസ് ഡിഫൈൻഡ് ആസ്. പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു ഈച്ച് പേഴ്സൺ ഓൺ ദ എർത്ത് ഈസ് അസൈൻഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഒരാളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. ഇങ്ങനൊരു ഫംഗ്ഷനാണ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ 1 1 ആണോ? 1 1 ആണെങ്കിൽ കാരണം എന്ത്? 1 1 അല്ലെങ്കിൽ കാരണം എന്താ? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള കുറേയധികം ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആൾക്കാരെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 എന്ന് പറഞ്ഞ കാര്യമല്ല. അത് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ കാര്യമായി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഫ്രം n to n be defined by f of n equal to n plus 1/2 if n is odd, n/2 if n is even.
n ഓടാണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ n+1/2 ആണ് എടുക്കേണ്ടത്. n ഈവൺ ആണെങ്കിൽ n/2 ആണ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പർ സെറ്റിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ? ആണെങ്കിൽ അതിന് കാരണം നമ്മൾ എഴുതണം, അല്ലെങ്കിലും അതിന് കാരണം നമ്മൾ എഴുതണം. ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് n ഓടും n ഈവണുമായിട്ടുള്ള കാര്യം നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ആരോ ഡയഗ്രാം എന്ന് പറയുന്ന ആശയം ഒന്ന് വരച്ച് നോക്കുക. ആരോ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഡൊമൈൻ എന്ന് പറയുന്നതും കോഡൊമൈൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് വരിക? നാച്ചുറൽ നമ്പർ സെറ്റാണ്. കാരണം n നിന്ന് n-ലേക്കാണ്. n-ലത്തെ എലമെന്റുകളെ നമുക്ക് അറിയാവുന്നതാണ്. 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞ കാര്യം. ഇവിടെ ആണെങ്കിലും 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം 1 എടുക്കുകയാണ്. 1 എടുക്കുമ്പോൾ അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? 1 + 1/2, അതായത് 2/2 1 ആണ് വരിക. എന്നെ 1 എടുത്തു. 1 എടുത്തപ്പോൾ ഞാൻ ഇതിലേക്കാണ് അപ്ലൈ ചെയ്ത്, എനിക്ക് കിട്ടിയത് 1 ആണ്. അതുകൊണ്ട് 1-ൽ നിന്ന് 1-ലേക്ക് ആരോ മാർക്ക് കൊടുക്കുക. ഇനി 2 ആണ് എടുക്കുന്നതെങ്കിൽ n ഈവൺ ആണ് വരിക. അപ്പോൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യുക. 2/2 1 ആണ് വരിക. 2-ൽ നിന്നും എവിടേക്കാണ് വരിക? 1-ലേക്കാണ് വരിക. 3 ആണ് എടുക്കുന്നതെങ്കിൽ, 3 എന്ന് പറയുന്ന നമ്പറാണ് എടുക്കുന്നതെങ്കിൽ ഓടാണ്. അപ്പോൾ ഇവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. 3 + 1/2, 4/2 എവിടേക്ക് വരും? 2. അതായത് 3 എന്ന് പറയുന്നത് 2-ലേക്കാണ് വരിക. 4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4/2 ആണ് വരിക, 2 ആണ് വരിക. കാരണം ഈവൺ കേസൊക്കെ n/2-ലാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 4 എവിടേക്കാണ് വരിക? 2-ലേക്ക് പോവുക. ഇതുപോലെ 5 എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് 3-ലേക്കാണ് പോവുക. 6 എടുത്താലും 3-ലേക്കാണ് വരിക. അങ്ങനെ ഈ എക്സെട്രയിൽ നിന്നും ആരോ മാർക്കുകൾ എവിടേക്ക് വരും? 4-ലേക്കും 5-ലേക്കും ഒക്കെ കയറി വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. 1-ന്റെ ഇമേജും 2-ന്റെ ഇമേജും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? 1 അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f is not 1 since f of 1 equal to f of 2 equal to 1. രണ്ടും സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ 1 അല്ല. ഇനി ഇവിടെയുള്ള എല്ലാ നമ്പറിലേക്കും ആരോ മാർക്കുകൾ വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4-ലേക്കാണെങ്കിലും ഈ എക്സെട്രയിൽ നിന്ന് വരും, 5-ലേക്കാണെങ്കിലും ഈ എക്സെട്രയിൽ നിന്ന് വരും. താഴെ ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും അതിലേക്കൊക്കെ എന്ത് വരും? ആരോ മാർക്കുകൾ വരും. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? ഓൺ ടു എന്ന് പറഞ്ഞ കാര്യം ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ് ബൈജക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും എന്താവില്ല, അത് ബൈജക്റ്റീവ് ആവില്ല. അപ്പോൾ അവിടെ തന്നെ കൺക്ലൂഷൻ നമുക്ക് പറയാം. ഇവിടെ ഓൺ ടുവിൻ്റെ കാര്യം കൂടി ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? ബൈജക്റ്റീവ് അല്ല. അതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വരുന്നത്. കാരണം എന്താണ്? എഫ് 1 അല്ല. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. r-set3 എന്ന് പറയുന്നതിൽ നിന്നും r-set1 എന്ന് പറയുന്നതിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x-2/x-3 എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഫംഗ്ഷൻ 1 ഓൺ 2 ആണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. 1 കാര്യം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? f of x എന്ന് പറയുന്നത് x-2/x-3 ആണ്. f of x1 equal to f of x2 എന്നതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 1 ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. f of x1 എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം ഇതിന് x-ന് പകരമൊക്കെ x1 കൊടുക്കുക. അപ്പോൾ x1 - 2/x1 - 3 ഈക്വൽ ടു f of x2 എഴുതണമെങ്കിൽ x-ന് പകരം x2 കൊടുക്കുക. x2 - 2 ഡിവൈഡഡ് ബൈ x2 - 3. ഞാൻ പറഞ്ഞിരുന്നു ഡിവിഷൻ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 - 2 ഇൻറ്റു x2 - 3 ഈക്വൽ ടു x1 - 3 ഇൻറ്റു x2 - 2. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x1 ഇൻറ്റു x2 x1 x2 വരും. x1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -3 x1 വരും. -2 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ -2 x2 വരും. -2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ +6 വരും. ഇതേപോലെ റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 x2 വരും, -2 x1 വരും, -3 x2 വരും, +6 വരും. +6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. x1 x2 എന്ന് പറയുന്ന കാര്യം ക്യാൻസൽ ചെയ്യാം. -3 x1 എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇവിടെയുള്ള x1ന്റെ ടൈം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് +2 x1 ആയിട്ട് മാറുന്നു. ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ ഇനി -3 x2 ഉണ്ട്. അത് ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. -2 x2 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +2 x2 എന്നായി മാറുന്നു. അതായത് ഇവിടെ വരുന്നത് -x1, റൈറ്റ് സൈഡ് വരുന്നത് -x2. രണ്ട് വശത്തുമുള്ള മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? x1 = x2 കിട്ടുന്നു. therefore f is 1 f എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറഞ്ഞ കാര്യമാണ്. ഓൺ 2ലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? let y equal to f of x. അതായത് y equal to x-2/x-3. ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ /1 എന്ന് പറഞ്ഞ ആശയം ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അതായത് y ഇൻറ്റു x-3 ഈക്വൽ ടു x-2.
വൈ എക്സ് മൈനസ് 3y ഈക്വൽ ടു എക്സ് മൈനസ് 2. എക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് എക്സിന്റെ ടേം ലെഫ്റ്റ് സൈഡിൽ വൈ എക്സും വരും, പ്ലസ് എക്സ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സും വരും. -2 അതുപോലെ എഴുതുക. -3y അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? +3y വരും. എക്സ് കോമൺ ആയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? y - 1 ഈക്വൽ ടു -2 + 3y. അതായത് എക്സ് എന്ന് പറയുന്നത് -2 + 3y ബൈ y - 1. ഇപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. അത് വൈൻ്റെ ടൈമിലാണ് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന കാര്യം ഇനി ഡൊമൈനിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വൈക്ക് നമ്മൾ വാല്യൂസുകൾ അപ്ലൈ ചെയ്യാണ്. വൈക്ക് ഏതൊക്കെ വാല്യൂസുകൾ അപ്ലൈ ചെയ്യാം? റിയൽ നമ്പർ സെറ്റിൽ 1 ഒഴികെ ബാക്കി എല്ലാം അപ്ലൈ ചെയ്യാം. ഏത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ വാല്യൂ നമുക്ക് കിട്ടും. കാരണം എന്താ? വൈ എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാത്ത ഏത് വാല്യൂസിനും എന്ത് വരും? ഇവിടെ ഇങ്ങനെ നമുക്ക് നമ്പറുകൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എവിടെ തന്നെ ഉണ്ടായിരിക്കും? ഡൊമൈനിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് r മൈനസ് സെറ്റ് 3 എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന കാര്യം എന്താണ്? ഓൺ ടു ആണ്. രണ്ടും ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്ന കാര്യം എന്താണ്? 1 1 ആൻഡ് ഓൺ ടു എന്ന് പറയാം, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നോക്കുക, നിങ്ങൾ 1 1 ഓൺ ടു ആയതുകൊണ്ട് അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ് -2 + 3y ബൈ y - 1 എന്ന് പറഞ്ഞ കാര്യം കൂടി എഴുതണം. എക്സ്ട്രാ ഞാൻ അതിലൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെഫിനിഷനും ഫോർമുല പോലെ പഠിക്കേണ്ട കാര്യങ്ങളും പ്രധാനമായിട്ട് വരുന്ന 9 മോഡൽ ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇതേ രീതിയിലുള്ള ചോദ്യം മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷന് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കൃത്യമായി ഒബ്സർവ് ചെയ്യുക, അതിലുള്ള ചോദ്യങ്ങൾ അതുപോലെ ചെയ്ത് പഠിക്കുക. വേറൊരു ചോദ്യവും പുറത്തുനിന്ന് പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.